നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 11ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. എന്താണ് തെർമൽ എക്സ്പാൻഷൻ? The increase in the dimensions of a body due to the increase in its temperature is called thermal expansion. ആ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ടെമ്പറേച്ചറിലുള്ള ഇൻക്രീസ് കൊണ്ട് ബോഡിയുടെ ഡയമെൻഷൻസിൽ ഇൻക്രീസ് വരുന്നതിനെയാണ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുക. എക്സ്പാൻഷൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അതേ മീനിങ് തന്നെയാണ് ഇവിടെയും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഏതെങ്കിലും ഡയമെൻഷൻ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഈ 3 രീതിയിൽ ഒരു ബോഡിയുടെ ഡയമെൻഷൻസിൽ ചേഞ്ച് വരാം. അതിനനുസരിച്ച് there are 3 types of thermal expansion. 1. Linear expansion, 2. Area expansion and 3. Volume expansion. ഇങ്ങനെ 3 രീതിയിലാണ് തെർമൽ എക്സ്പാൻഷൻ സംഭവിക്കുക. അത് ഓരോന്നും എന്ത് രീതിയിലാണ് എക്സ്പാൻഷൻ നടക്കുക എന്നുള്ളത് ആ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. എന്താണ് ലീനിയർ എക്സ്പാൻഷൻ? ദ എക്സ്പാൻഷൻ ഇൻ ലെങ്ത്തിൽ ഇൻക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഒരു ബോഡിയെ ചൂടാക്കുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്തിൽ ഇൻക്രീസ് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ലീനിയർ എക്സ്പാൻഷൻ. ഇഫ് ദി ഏരിയ ഓഫ് ദ ബോഡി ഇസ് ഇൻക്രീസ്ഡ് then it is called area expansion. If the volume is increased, it is known as volume expansion. So expansion in length, linear expansion, expansion area, area expansion, and expansion in volume is called volume expansion. ഇനി എന്താണ് ലീനിയർ എക്സ്പാൻഷൻ? അതിനെക്കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. If the substance is in the form of a long rod, then for a small change in temperature delta T, the fractional change in length delta L by L is directly proportional to delta T. അതായത് നമ്മളിപ്പോൾ ഒരു ലോങ് റോഡ്, വളരെ നീളം കൂടിയ ഒരു റോഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത്തരം കേസിൽ നമ്മൾ ഏരിയ, വോളിയം ഇതിനൊക്കെ പകരം ഇതിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക ലെങ്തിലുള്ള ഇൻക്രീസ് ആയിരിക്കും. അപ്പോൾ suppose L is the original length of the rod, delta L is the change in length of the rod. അതായത് ടെമ്പറേച്ചർ കൂടിയപ്പോൾ വന്ന ഇൻക്രീസ്, ലെങ്ത്തിൽ വന്ന ഇൻക്രീസ് ഡെൽറ്റ എൽ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്, ദാറ്റ് ഈസ് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്, അതാണ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഡെൽറ്റ ടി. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ എത്ര ടെമ്പറേച്ചർ ഇൻക്രീസിനാണോ ലെങ്ത് ഇൻക്രീസ് ചെയ്തത്, അപ്പോൾ ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അതാണ് ഡെൽറ്റ ടി. സോ ഡെൽറ്റ എൽ ബൈ എൽ പ്രപ്പോർഷണൽ ടു ഡെൽറ്റ ടി എന്ന് പറയാം. ഓർ ഡെൽറ്റ എൽ ബൈ എൽ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ആൽഫ എൽ ഡെൽറ്റ ടി. ആൽഫ എൽ is the constant of proportionality. It is known as coefficient of linear expansion or linear expansivity. ആൽഫ എൽ ആണ് ഇവിടെ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഈ രീതിയിൽ എഴുതാം. ഡെൽറ്റ എൽ ബൈ എൽ ഈക്വൽ ടു ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി, ഓർ ആൽഫ എൽ ഈക്വൽ ടു, അതിൽ നിന്ന് കിട്ടുന്ന ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. ദാറ്റ് ഈസ് ഇക്വേഷൻ ഫോർ ആൽഫ. കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ലീനിയർ എക്സ്പാൻസിവിറ്റി. അപ്പോൾ ഇതേ രീതിയിൽ ബാക്കി 2 രീതിയിലുള്ള എക്സ്പാൻഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. കറസ്പോണ്ടിങ് കോഎഫിഷ്യൻറ്റും നമുക്ക് കിട്ടും അതിൽ നിന്ന് തന്നെ. ഇതേ രീതിയിൽ തന്നെയാണ് അവിടെയും ഡെഫിനിഷൻ. നോക്കാം, 3 രീതിയിലുള്ള എക്സ്പാൻഷൻ്റെ ഫിഗർ ശ്രദ്ധിക്കുക. ആദ്യത്തേത് ലീനിയർ എക്സ്പാൻഷനാണ്. രണ്ടാമത്തെ ഫിഗർ ഏരിയ എക്സ്പാൻഷൻ. ഏരിയ എക്സ്പാൻഷൻ നടക്കുമ്പോൾ നോക്കൂ, 4 സൈഡും ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ 4 സൈഡിലും വേരിയേഷൻ, ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തേത് വോളിയം എക്സ്പാൻഷൻ. അവിടെ വോളിയത്തിൽ ചേഞ്ച് വരുന്നു. എല്ലാ ഭാഗത്തെയും ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് വോളിയത്തിലുള്ള ഇൻക്രീസ്. അപ്പോൾ ഓരോ കേസിലും ഫ്രാക്ഷണൽ ചേഞ്ച് കൺസിഡർ ചെയ്യുക. ലീനിയർ എക്സ്പാൻഷൻ ആകുമ്പോൾ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ബൈ എൽ ഈക്വൽ ടു, നേരത്തെ നമ്മൾ പറഞ്ഞു പ്രപ്പോർഷണൽ ടു ഡെൽറ്റ ടി, അപ്പോൾ ഇവിടെ ഈക്വൽ ടു ആൽഫ എൽ ഡെൽറ്റ ടി. ഓക്കെ, ആൽഫ എൽ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ് ലീനിയർ എക്സ്പാൻഷൻ്റെ കോൺസ്റ്റൻറ്റ്.
ലീനിയർ എക്സ്പാൻസിവിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയും. ഇനി ഏരിയയിലാണ് ചേഞ്ച് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഏരിയ ആണ് കൺസിഡർ ചെയ്യുക. ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഈക്വൽ ടു 2 ആൽഫ എൽ ഡെൽറ്റ ടി. കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ വരുന്ന ആ ഒരു പ്ലേസിൽ നമുക്കിവിടെ 2 ആൽഫ എൽ എന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ആൽഫ എ എന്ന് നമുക്ക് ഉപയോഗിക്കാം. ആൽഫ എ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദറ്റ് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ. അപ്പോൾ ഡെൽറ്റ എ ബൈ എ ഈക്വൽ ടു ആൽഫ എ ഡെൽറ്റ ടി എന്ന് എഴുതാം. അല്ലെങ്കിൽ ഡെൽറ്റ എ ബൈ എ ഈക്വൽ ടു 2 ആൽഫ എൽ ഡെൽറ്റ ടി. മൂന്നാമത്തെ കേസിൽ വോളിയം എക്സ്പാൻഷനാണ്. അവിടെ ഡെൽറ്റ വി ബൈ വി ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം ഈക്വൽ ടു ആൽഫ വി ഡെൽറ്റ ടി. ഓക്കെ, ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം പ്രപ്പോർഷണൽ ടു ഡെൽറ്റ ടി. അതിൽ നിന്നാണ് ആ പ്രപ്പോർഷണാലിറ്റി ഇക്വാളിറ്റിയിലേക്ക് മാറ്റുമ്പോഴാണ് ഡെൽറ്റ വി ബൈ വി ഈക്വൽ ടു ആൽഫ വി ഡെൽറ്റ ടി എന്ന് യൂസ് ചെയ്യാം. ഈ ആൽഫ വിക്ക് പകരം നമുക്ക് എഴുതാം 3 ആൽഫ എൽ. ആ ഒരു കേസ് നമുക്കിപ്പോൾ പ്രൂവ് ചെയ്യാം. എങ്ങനെയാണ് ആൽഫ വിക്ക് പകരം 3 ആൽഫ എൽ എന്ന് എഴുതിയത്. അപ്പോൾ ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. ഡെൽറ്റ എൽ ബൈ എൽ ഈക്വൽ ടു ആൽഫ എൽ ഡെൽറ്റ ടി, ഡെൽറ്റ എ ബൈ എ ഈക്വൽ ടു 2 ആൽഫ എൽ ഡെൽറ്റ ടി, ഡെൽറ്റ വി ബൈ വി ഈക്വൽ ടു 3 ആൽഫ എൽ ഡെൽറ്റ ടി. ഇവിടെ 2, 3 ഒക്കെ വന്നത് എങ്ങനെയാണെന്ന് ഒരെണ്ണം നമ്മൾ ഒരു എക്സാമ്പിൾ ചെയ്യും. അപ്പോൾ ഒന്നുകൂടി അത് ക്ലിയർ ആവും. അപ്പോൾ ആൽഫ എ ഇസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ, ആൽഫ വി ഇസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. ഇതിൻ്റെയൊക്കെ യൂണിറ്റ് എന്തായിരിക്കും? ആ ആൽഫയുടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. യൂണിറ്റ് എന്താണ്? കെൽവിൻ ഇൻവേഴ്സ് ആണ്. ഓക്കെ, യൂണിറ്റ് ഓഫ് ആൽഫ എൽ അല്ലെങ്കിൽ ആൽഫ എ, ആൽഫ വി എല്ലാത്തിൻ്റെ കേസിലും കെൽവിൻ ഇൻവേഴ്സ് ആണ് യൂണിറ്റ്. ഈ ഗ്രാഫ് ശ്രദ്ധിക്കുക. ഇറ്റ് ഷോസ് ദ വേരിയേഷൻ ഇൻ ആൽഫ വി വോളിയം എക്സ്പാൻസിവിറ്റി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. ഈ ഗ്രാഫിൽ നിന്ന് ക്ലിയർ ആണ് ആൽഫ വി ദറ്റ് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻസിവിറ്റി becomes constant only at high temperature. 250 കെൽവിന് മുകളിൽ അല്ലെങ്കിൽ ഏകദേശം 500 കെൽവിനോട് അടുത്താണ് കോൺസ്റ്റൻ്റ് ആവുന്നത്. അതുവരെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഇറ്റ് വേരീസ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. Now we'll consider the anomalous behavior of water. എന്താണ് വാട്ടറിൻ്റെ അനോമലസ് ബിഹേവിയർ? മീൻസ് സാധാരണ രീതിയിലുള്ള ബിഹേവിയറിൽ നിന്ന് ഒരു വേരിയേഷൻ. സാധാരണയുള്ള ബിഹേവിയർ എന്താണെന്ന് നോക്കാം, അതിൽ നിന്നുള്ള വേരിയേഷൻ എന്താണെന്ന് നോക്കാം. സാധാരണ ഇപ്പോൾ നമ്മൾ പറഞ്ഞു എക്സ്പാൻസിവിറ്റി അല്ലേ, വോളിയം എക്സ്പാൻഷൻ, അതുപോലെ ലീനിയർ എക്സ്പാൻഷൻ, ദെൻ ഏരിയ എക്സ്പാൻഷൻ. ഇപ്പോൾ വാട്ടർ ഒരു ലിക്വിഡാണ്. അപ്പോൾ നമ്മൾ ലെങ്ത് അല്ലെങ്കിൽ ഏരിയ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക വോളിയമാണ്. ഈ വോളിയത്തിൻ്റെ എക്സ്പാൻഷൻ, അതായത് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വോളിയം ഇൻക്രീസസ്, വോളിയം ഓഫ് എ ഗിവൺ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഇറ്റ് ഈസ് സീൻ ദാറ്റ് when we heat between 0 degree Celsius and 4 degree Celsius, 0 മുതൽ 4 degree Celsius വരെയുള്ള ആ ഒരു റേഞ്ചിൽ എക്സ്പാൻഷന് പകരം ഇറ്റ് കൺട്രാക്ട്സ് മീൻസ് വോളിയം ഡിക്രീസസ്. സാധാരണ രീതിയിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ആണ് വരേണ്ടത്, എക്സ്പാൻഷനാണ് നടക്കേണ്ടത്. പക്ഷേ ഈ ഒരു കേസിൽ, ഈ ഒരു റേഞ്ചിൽ വോളിയം ഈസ് ഫൗണ്ട് ടു ബി ഡിക്രീസിങ്. അപ്പോൾ ബിലോ 4 ഡിഗ്രി സെൽഷ്യസ് വോളിയം ഇൻക്രീസസ് ആൻഡ് ദെയർഫോർ ഡെൻസിറ്റി ഡിക്രീസസ്. 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കൂൾ ചെയ്യുമ്പോൾ വോളിയം കുറയണം അല്ലേ, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയാണ് ചെയ്യുക. അപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് വോളിയം ഇൻക്രീസസ്. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോളിയം, അവിടെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. ഈ ഒരു ബിഹേവിയറിനാണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയുക. അപ്പോൾ അനോമലസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്? യൂഷ്വലി ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വോളിയം ഇൻക്രീസസ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് വാട്ടർ വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് ബിറ്റ്വീൻ 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 4 ഡിഗ്രി സെൽഷ്യസ്
contraction takes place or volume decreases. അതുപോലെ തന്നെയാണ് കൂൾ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ വോളിയം കുറയുകയാണ് ചെയ്യുക. പക്ഷേ വാട്ടർ 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ചെയ്യുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ ഒരു ബിഹേവിയറിനെയാണ് അനോമലസ് ബിഹേവിയർ എന്ന് പറയുക. സോ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഡെൻസിറ്റി ഡിക്രീസസ്. ഈ ഒരു ബിഹേവിയർ കാരണം ഇതിന് അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്താണ് അഡ്വാൻറ്റേജ് എന്ന് നോക്കാം. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. അതിൻ്റെ അഡ്വാൻറ്റേജ്, ദിസ് പ്രോപ്പർട്ടി ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് എൻവയൺമെൻറ്റൽ ഇഫക്റ്റ്. അക്വാട്ടിക് ലൈഫ് ഇസ് പ്രിസർവ്ഡ് ഡ്യൂ ടു ദി അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ കാരണമുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എൻവയൺമെൻറ്റൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അക്വാട്ടിക് ലൈഫ് ഇസ് പ്രിസർവ്ഡ്. ഈ ഒരു ബിഹേവിയർ കാരണമാണ്. അതായത് ജലത്തിലുള്ള ജീവികളെ, കടൽ ജീവികൾ ഒക്കെ നിലനിൽക്കാനുള്ളൊരു കാരണമായിട്ട് ഈ ഒരു ബിഹേവിയർ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് വരാം. അതിന് മുമ്പ് ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക. വേരിയേഷൻ ഓഫ് വോളിയം വിത്ത് റെസ്പെക്റ്റ് ടു ടെമ്പറേച്ചർ. വോളിയത്തിൽ ടെമ്പറേച്ചറിനനുസരിച്ചുള്ള വേരിയേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 4 ഡിഗ്രി സെൽഷ്യസിൽ വോളിയം ബിക്കംസ് മിനിമം, അതേസമയം ഡെൻസിറ്റി ബിക്കംസ് മാക്സിമം. ഏറ്റവും കൂടിയ ഡെൻസിറ്റി 4 ഡിഗ്രി സെൽഷ്യസിലാണ്, അതേ 4 ഡിഗ്രി സെൽഷ്യസിലാണ് വോളിയം മിനിമം ആവുന്നത്. അപ്പോൾ രണ്ട് ഗ്രാഫ്, ഒന്ന് ഡെൻസിറ്റിയിലുള്ള വേരിയേഷൻ കാണിക്കുന്നു, മറ്റേത് വോളിയത്തിലുള്ള വേരിയേഷൻ കാണിക്കുന്നു. രണ്ട് ഗ്രാഫും ശ്രദ്ധിക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു അക്വാട്ടിക് ലൈഫിൻ്റെ കാര്യം എന്താണ്, അതിൻ്റെ എൻവയൺമെൻറ്റൽ എഫക്റ്റ് എന്നുള്ളത്. അതായത് ലേക്സ്, പോൺസ്, ഇതിലൊക്കെ സാധാരണ ടോപ്പ് പോർഷനാണ് ആദ്യം ഫ്രീസ് ആവുക. ഓക്കെ, അതായത് ലേക്ക് 4 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ അതിൻ്റെ ചൂട് കുറഞ്ഞു വരുമ്പോൾ, കൂൾ ചെയ്യുമ്പോൾ വാട്ടർ നിയർ ദ സർഫസ് ലൂസസ് എനർജി ടു ദി അറ്റ്മോസ്ഫിയർ, ഇറ്റ് ബിക്കംസ് ഡെൻസർ ആൻഡ് സിങ്സ്. അപ്പോൾ വളരെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും മുകളിലത്തെ സർഫസിലുള്ള വാട്ടറിൻ്റെ എനർജിയാണ് പെട്ടെന്ന് റേഡിയേറ്റ് ആയി പോവുക, അറ്റ്മോസ്ഫിയറിലേക്ക് പോവുക. ആൻഡ് ഇറ്റ് ബിക്കംസ് ഡെൻസർ. അപ്പോൾ ഇറ്റ് സിങ്സ്. ദെൻ താഴെ അടിഭാഗത്തുള്ള വെള്ളം മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യുക. ഡെൻസ് വാട്ടർ നിയർ ദി ബോട്ടം റൈസസ്. ആൻഡ് once the cold water on the top reaches temperature below 4 degrees Celsius, it becomes less dense and remains at the surface where it freezes. അപ്പോൾ ഈ ഫ്രീസിങ് നടക്കുന്നത് മുകളിലത്തെ ലെയറിലാണ്. താഴെ മുതൽ മുകളിലേക്കാണ് ഫ്രീസിങ് നടന്നിരുന്നതെങ്കിൽ അവിടെ ജലജീവികൾക്കൊന്നും നിലനിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വാട്ടറിൻ്റെ അനോമലസ് ബിഹേവിയർ കാരണമാണ് ഇത് സംഭവിക്കുന്നത്. മുകൾ ലെയറാണ് ഫ്രീസ് ആയിട്ടുണ്ടാവുക, താഴത്തെ ലെയറിൽ മുകളിൽ നിന്ന് താഴേക്കാണ് ഫ്രീസിങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴെയുള്ള അടിത്തട്ടിലുള്ള ജീവികൾക്കൊന്നും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ഓഫ് ദി അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. ഇനി ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഈ ഒരു ബിഹേവിയർ കാരണം പൈപ്പ് ലൈൻസ്, വാട്ടർ പൈപ്പ് ലൈൻസ് എല്ലാം പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ക്രോപ്സ്, ഇറ്റ് മേ കോസ് ഡിസ്ട്രക്ഷൻ ഓഫ് ക്രോപ്സ്, പ്ലാന്റ്സ്, അതുപോലെ വിളകളെല്ലാം നശിപ്പിക്കപ്പെടാം. അതുപോലെ വാട്ടർ പൈപ്പ് ലൈൻസ് ഈ എക്സ്പാൻഷൻ കാരണം പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത്രയുമാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നത്. Now we'll consider the relation between coefficient of volume expansion alpha v and coefficient of linear expansion alpha L. നേരത്തെ നമ്മൾ ആ ഒരു റിലേഷൻ കണ്ടതാണ്, അതൊന്ന് ഡിറൈവ് ചെയ്യാം ഇവിടെ. സോ വിൽ കൺസിഡർ എ ക്യൂബ് ഓഫ് ലെങ്ത് L. ഇറ്റ് എക്സ്പാൻഡ്സ് ഇൻ ഓൾ ഡയറക്ഷൻസ്. എല്ലാ ഭാഗത്തേക്കും എക്സ്പാൻഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. വെൻ വി റേസ് ദ ടെമ്പറേച്ചർ ബൈ ഡെൽറ്റ ടി. അപ്പോൾ വി ഓൾറെഡി ഹാവ് ദ റിലേഷൻ ഡെൽറ്റ എൽ ബൈ എൽ ഈക്വൽ ടു ആൽഫ എൽ ഡെൽറ്റ ടി എന്നുള്ള റിലേഷൻ ഉണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ഡെൽറ്റ എൽ ഈക്വൽ ടു ആൽഫ എൽ എൽ ഡെൽറ്റ ടി എന്ന ഇക്വേഷൻ എഴുതിയത്. ഓക്കെ, ഡെൽറ്റ എൽ ഈക്വൽ ടു ആൽഫ എൽ ഇൻറ്റു എൽ ഡെൽറ്റ ടി. Now what is delta V? Delta V is change in volume. Okay, ആ ചേഞ്ച് ഇൻ വോളിയം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം. ഫൈനൽ വോളിയം എന്താണ്? എൽ പ്ലസ് ഡെൽറ്റ എൽ ഡോൾ ക്യൂബ്. ഇനീഷ്യൽ വോളിയം എൽ ക്യൂബ്. അപ്പോൾ ആദ്യം ലെങ്ത്, സൈഡ് ലെങ്ത് എൽ ആയിരുന്നു. ദെൻ എക്സ്പാൻഷൻ കാരണം ഡെൽറ്റ എൽ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ പുതിയ ലെങ്ത് എന്ന് പറയുന്നത് എൽ പ്ലസ് ഡെൽറ്റ എൽ ആണ്. ഓക്കെ, സോ ചേഞ്ച് ഇൻ വോളിയം
is L plus delta L all cube minus L cube. അതവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എൽ പ്ലസ് എ പ്ലസ് ബി ഓൾ ക്യൂബ് ഉപയോഗിക്കാം. എ പ്ലസ് ബി ഓൾ ക്യൂബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എ ക്യൂബ് പ്ലസ് 3 a² ബി പ്ലസ് 3ab² പ്ലസ് ബി ക്യൂബ് അപ്ലൈ ചെയ്യാം. ദെൻ അതിൽ എൽ ക്യൂബ് ടേം ക്യാൻസൽ ചെയ്യും. ബാക്കിയുള്ളത് ഡെൽറ്റ എൽ സ്ക്വയറും ഡെൽറ്റ എൽ ക്യൂബും വരുന്ന ടേംസാണ്. അത് വളരെ വളരെ ചെറുതാണ്. ഡെൽറ്റ എൽ വളരെ ചെറുതാണ്. അപ്പോൾ ഡെൽറ്റ എൽ സ്ക്വയർ ഡെൽറ്റ എൽ ക്യൂബൊക്കെ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 3l² delta L. ഓക്കെ, 3l² delta L. അതാണ് ചേഞ്ച് ഇൻ വോളിയം. ഇപ്പോൾ ഇവിടെ നമുക്ക് ആ ഇക്വേഷൻ ഇപ്പോൾ എങ്ങനെ എഴുതാൻ നോക്കൂ. ഡെൽറ്റ വി ഈക്വൽ ടു 3l² delta L എന്നുള്ള ഇക്വേഷനിൽ മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് ബൈ L, ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. സോ വിൽ ഗെറ്റ് 3l³ delta L by L. or it is 3v delta L by L. എങ്ങനെ എഴുതി? L cube is original volume, okay, initial volume. So L cube നേരം v എന്ന് കൊടുത്തു, 3v delta L by L. Now what is delta L by L? That is alpha L delta T. ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്. Delta L by L equal to alpha L delta T. So you'll get delta V equal to 3V alpha L delta T, or alpha V equal to 3 alpha L delta V by V. Left side like V കൊണ്ടുവന്നു കഴിഞ്ഞാൽ delta V by V equal to 3 alpha L delta T എന്ന് കിട്ടും, or alpha V equal to 3 alpha L. So that is the relation connecting volume expansivity and linear expansivity. ഇതുപോലെ തന്നെ നമുക്ക് ഡിറൈവ് ചെയ്യാവുന്നതാണ്. Alpha A equal to 2 alpha L. Now we'll consider change of state. Change of state എന്താണെന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും. അതായത് we have mainly 3 states of matter: solid, liquid and gas. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോളിഡ് ടു ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ടു ഗ്യാസ്, ഇത്തരത്തിൽ. The change of state from solid to liquid is called melting, and from liquid to solid is called fusion. പരിചയമുള്ള വാക്കുകളാണ്. സോളിഡ് ലിക്വിഡായി മാറുന്നതിനാണ് മെൽറ്റിംഗ് എന്ന് പറയുക. അതേസമയം ലിക്വിഡ് ടു സോളിഡ് കൺവേർഷൻ ആണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് ഫ്യൂഷൻ. ദെൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് the temperature remains constant until the entire amount of the solid substance melts. ഇപ്പോൾ if you have taken a quantity of ice, ഒരു ഐസ് ക്യൂബ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം വളരെ പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് തുടങ്ങും. ഈ മെൽറ്റ് ചെയ്യുന്ന ഐസ് മുഴുവൻ ഐസും വാട്ടറായിട്ട് മാറുന്നത് വരെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ടെമ്പറേച്ചർ വേരിയേഷൻ ഇല്ല. അപ്പോൾ ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഐസിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ മുഴുവൻ ഐസും ലിക്വിഡായി മാറുന്നത് വരെ, വാട്ടറായി മാറുന്നത് വരെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് തന്നെയായിരിക്കും. ദാറ്റ് ഈസ് ബോത്ത് ദ സോളിഡ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ്സ് ഓഫ് ദ സബ്സ്റ്റൻസ് coexist in thermal equilibrium during the change of states from solid to liquid. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൽ സോളിഡ് ഫോമിലും ഉണ്ടാവും, ലിക്വിഡ് ഫോമിലും സബ്സ്റ്റൻസ് ഉണ്ടാവും. സോ ദേ സോളിഡ് ആൻഡ് ലിക്വിഡ് കോഎക്സിസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിൽ സോളിഡ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ്സ് ഓഫ് ദ സബ്സ്റ്റൻസ് തെർമൽ ഇക്വിലിബ്രിയത്തിലാവുന്ന ആ ഒരു ടെമ്പറേച്ചറിനാണ് മെൽറ്റിംഗ് പോയിൻറ്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി സബ്സ്റ്റൻസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണത്. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രഷർ ഓൾസോ. The melting point of a substance at standard atmospheric pressure is called its normal melting point. അപ്പോൾ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള മെൽറ്റിംഗ് പോയിൻറ്റിന് നോർമൽ മെൽറ്റിംഗ് പോയിൻ്റ് എന്നാണ് പറയുക. സാധാരണ രീതിയിൽ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോളിഡ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ്സ് കോഎക്സിസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം. ഇനി റീജലേഷൻ ഒരു പുതിയ വേർഡായിരിക്കും, ചിലപ്പോൾ ചിലർ കേട്ടിട്ടുണ്ടാവാം. റീജലേഷൻ എന്താണ്? ഐസ് മെൽസ് അറ്റ് ലോവർ ടെമ്പറേച്ചർ ബൈ ഇൻക്രീസിങ് പ്രഷർ. അതായത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് മെൽറ്റിംഗ് പോയിൻറ്റ്. പക്ഷേ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ ആ ഒരു 0 ഡിഗ്രി സെൽഷ്യസിന് മുമ്പ് തന്നെ ഐസ് മെൽറ്റ് ആവാം. ഓക്കെ, സോ വെൻ പ്രഷർ ബിക്കംസ് ലെസ് ദിസ് വാട്ടർ ഫ്രീസസ് അഗൈൻ. അതായത്
പ്രഷർ കൂടുന്നതുകൊണ്ട് 0 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഐസ് മെൽറ്റ് ചെയ്യാം. പക്ഷേ പെട്ടെന്ന് നമ്മൾ പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ഫ്രീസ് ചെയ്യും. ഈ ഒരു ഫിനോമിനനാണ് റീജലേഷൻ എന്നറിയപ്പെടുന്നത്. സോ ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് റീഫ്രീസിങ്, ദാറ്റ് ഈസ് റീജലേഷൻ. Now consider the change of state from liquid to vapor, that is called vaporization. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേപ്പറൈസേഷൻ്റെ സമയത്തും ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അൻറ്റിൽ ദി എൻറ്റയർ എമൗണ്ട് ഓഫ് ദി ലിക്വിഡ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു വേപ്പർ. മുഴുവൻ ലിക്വിഡും വേപ്പറായി മാറുന്നവരെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. വാട്ടറിൻ്റെ കേസിൽ ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ദ ലിക്വിഡ് ആൻഡ് വേപ്പർ സ്റ്റേറ്റ്സ് ഓഫ് ദ സബ്സ്റ്റൻസ് കോ എക്സിസ്റ്റ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം ഡ്യൂറിംഗ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം ലിക്വിഡ് ടു vapor, and the temperature at which the liquid and the vapor states of the substance coexist is called its boiling point. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിക്വിഡ് ആൻഡ് വേപ്പർ സ്റ്റേറ്റ്സ് ഒരേ സമയത്തുണ്ടാവുന്ന ആ ഒരു ടെമ്പറേച്ചറിനാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുക. ഇറ്റ് ഈസ് 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ വാട്ടർ. അപ്പോൾ മുഴുവൻ വാട്ടറും വേപ്പറായി മാറുന്നത് വരെ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. The boiling point of a substance at standard pressure is called its normal boiling point. Then boiling point increases with increase in pressure and decreases with decrease in pressure. നേരത്തെ മെൽറ്റിംഗ് പോയിൻ്റ് കേസിൽ പറഞ്ഞ പോലെ തന്നെ ബോയിലിംഗ് പോയിൻറ്റും പ്രഷറിൻ്റെ അനുസരിച്ചിട്ട് വേരിയേഷൻ ഉണ്ടാവാം. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള ബോയിലിംഗ് പോയിൻ്റാണ് നോർമൽ ബോയിലിംഗ് പോയിൻ്റ് എന്നറിയപ്പെടുന്നത്. ദെൻ ബോയിലിംഗ് പോയിൻ്റ് ഇൻക്രീസസ് ഇഫ് യു ഇൻക്രീസ് ദ പ്രഷർ ആൻഡ് ഡിക്രീസസ് ഇഫ് യു ഡിക്രീസ് ദ പ്രഷർ. ഈ ഗ്രാഫ് ഇറ്റ് ഷോസ് ദ ചേഞ്ചസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഐസ് ഓൺ ഹീറ്റിംഗ്. ടെമ്പറേച്ചറിനനുസരിച്ച് ഐസിൻ്റെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് കാണിക്കുന്ന ഗ്രാഫാണിത്. അപ്പോൾ ഗ്രാഫിൽ മനസ്സിലാവും അപ് ടു എ പെർട്ടിക്കുലർ ടൈം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അവിടെ മുഴുവൻ ഐസും ലിക്വിഡായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ദെൻ ടെമ്പറേച്ചർ സ്റ്റാർട്ട്സ് ഇൻക്രീസിങ്. അഗൈൻ 100 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ അഗൈൻ കോൺസ്റ്റൻറ്റ്. അവിടെ മുഴുവൻ ലിക്വിഡും വേപ്പറായി മാറുന്നത് വരെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയായിരിക്കും. പിന്നീടാണ് ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടാവുക. സോ ദാറ്റ് മീൻസ് ഡ്യൂറിങ് ഫേസ് ചേഞ്ച് or when there takes place change of stage, the temperature remains constant. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒന്ന്, വൈ കുക്കിംഗ് ഈസ് ഡിഫിക്കൽട്ട് ഓൺ ഹിൽസ്. ഹിൽസിൽ കുക്കിംഗ് ഡിഫിക്കൽട്ടാണ്. എന്താ കാരണം? അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇസ് ലോവർ, then reduces the boiling point of water as compared to that at sea level. ഉയരം കൂടുന്നതിനനുസരിച്ച്, അതായത് ഹൈറ്റ് ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറവായിരിക്കും. പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിൻ്റ് കുറയും, കുക്ക് ചെയ്യാനെടുക്കുന്ന സമയം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബോയിലിംഗ് പോയിൻ്റ് റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ കുക്കിംഗ് ഡിഫിക്കൽട്ട് ആവുന്നത്. അതുപോലെ തന്നെ മറ്റൊരു റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, കുക്കിംഗ് ഇസ് ഫാസ്റ്റർ ഇൻ എ പ്രഷർ കുക്കർ. വൈ? പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ കുക്കിംഗ് ഫാസ്റ്ററാണ്. എന്താ കാരണം? ദർ ദ ബോയിലിംഗ് പോയിൻ്റ് ഇസ് ഇൻക്രീസ്ഡ് ഇൻസൈഡ് എ പ്രഷർ കുക്കർ ബൈ ഇൻക്രീസിങ് ദ പ്രഷർ. അപ്പോൾ പ്രഷർ കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിൻ്റ് കൂടും. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ഫാസ്റ്റർ ആയിരിക്കും. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഓൾ സബ്സ്റ്റൻസസ് ഡു നോട്ട് പാസ് ത്രൂ ദ 3 സ്റ്റേറ്റ്സ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ 3 സ്റ്റേറ്റിലൂടെയും പാസ് ചെയ്യാത്ത സബ്സ്റ്റൻസസ് ഉണ്ട്. സർട്ടൻ സബ്സ്റ്റൻസസ് പാസ് ഫ്രം സോളിഡ് ടു വേപ്പർ സ്റ്റേറ്റ് ഡയറക്ട്ലി. സോളിഡിൽ നിന്ന് നേരിട്ട് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്ന സബ്സ്റ്റൻസസ് ഉണ്ട്. അതുപോലെ നേരെ തിരിച്ചും. അപ്പോൾ അത് ലിക്വിഡ് ഫേസിലൂടെ പാസ് ചെയ്യുന്നില്ല. ദ ചേഞ്ച് ഫ്രം സോളിഡ് സ്റ്റേറ്റ് ടു വേപ്പർ സ്റ്റേറ്റ് വിത്തൗട്ട് പാസിംഗ് ത്രൂ ലിക്വിഡ് സ്റ്റേറ്റ് ഇസ് കോൾഡ് സബ്ലിമേഷൻ ആൻഡ് ദ സബ്സ്റ്റൻസ് ഇസ് കോൾഡ് സബ്ലൈം. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ടഡ് ആവാതെ നേരെ വേപ്പർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ആ പ്രോസസ്സിനാണ് സബ്ലിമേഷൻ എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് ഡ്രൈ ഐസ്, അതുപോലെ അയഡിൻ ഒക്കെ. പിന്നെ ക്യാംഫർ, കർപ്പൂരം, സോളിഡിൽ നിന്ന് നേരെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു സബ്സ്റ്റൻസാണ്. ഡ്യൂറിങ് സബ്ലിമേഷൻ പ്രോസസ് ബോത്ത് സോളിഡ് ആൻഡ് വേപ്പർ സ്റ്റേറ്റ്സ് കോ എക്സിസ്റ്റ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം. അപ്പോൾ അവിടെ ലിക്വിഡ് സ്റ്റേറ്റ് ഇല്ല, സോളിഡ് ആൻഡ് വേപ്പർ സ്റ്റേറ്റ് കോ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഓരോന്നിലും വരുന്ന ടേംസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.